ചുറ്റു പോവാ. ചെറുക്കനാണോ പെണ്ണാണോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കണ്ണ് തുറന്ന് പാപ്പിയെ നോക്കിക്കോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രിക്സ്. ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഇൻട്രോ പറയാനായിട്ട് ഞാനും മമ്മിയും പപ്പയും മാത്രമേ ഉള്ളൂ. ജിനോ ചാച്ചനും ചേച്ചിയും ഹോസ്പിറ്റലിലാണ്. ചേച്ചി മാത്രമേ ഉള്ളൂ? ചേച്ചിയും അമ്മയും. അപ്പൊ നമ്മുടെ ചൊവ്വാഴ്ചത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ വീട്ടിലോട്ട് ഒരു കുഞ്ഞി ആളും കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫാമിലി ഒന്നും കൂടെ വലുതായി കേട്ടോ. അന്നക്കൊച്ചനും ലൂക്കാപ്പിക്കും ഇളയതായിട്ട് ഒരു കൊച്ചും കൂടെ വന്നിട്ടുണ്ട്. ചെറുക്കനാണോ പെണ്ണാണോ എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. കൊച്ചിനെ കാണാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ മാത്രമേ കൊച്ചിനെ കാണാത്തേ ഉള്ളൂ. ഞാൻ നേരിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസ് കയ്യിലുണ്ടായിരുന്നു. എന്നെ ഫോട്ടോ കാണിക്കാന്ന് പറഞ്ഞു, വീഡിയോ കാണിക്കാന്ന് പറഞ്ഞു. എനിക്ക് ഫോട്ടോയും വീഡിയോയും കണ്ട ഞാൻ നേരിട്ട് കണ്ടോളാം എന്നാ പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് രസം. നേരിട്ട് കാണുന്നതാണ് രസം. ഇതിനകത്ത് വേറൊരു ടെസ്റ്റ് ഉണ്ട്. ഇത് ആദ്യമായിട്ടല്ല. എനിക്ക് തോന്നുന്നു അന്നക്കൊച്ചും ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ചെറുക്കനാണോ പെണ്ണാണോ എന്ന് US-ലൊക്കെ നേരത്തെ അറിയാനായിട്ട് പറ്റും. അപ്പം അച്ചാച്ചനൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണോന്ന് ചോദിച്ചപ്പോഴേക്കും അന്നും എനിക്ക് പറയണ്ട. നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അതായത് ഉണ്ടായി കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ അതൊരു രസമല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് കൊച്ചിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലിലേക്കല്ലേ പോണേ? ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. ഞാൻ അറിയാതെ എന്റെ വായിൽ ഇങ്ങനെ വരുന്നുണ്ട് പറയാനായിട്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല. എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു തരാം. അമ്മ എന്നാക്കി എടുത്തേക്കുന്നേ? ചൂടുവെള്ളം, ചോറ്, ജിനോചാച്ചനും ചേച്ചിക്കും അമ്മയ്ക്കും ചേച്ചിയുടെ അമ്മയ്ക്കും കഴിക്കാനുള്ള ചോറ്. പിന്നെ കൊച്ചിനുള്ള തലയാണോ? ചേച്ചിയുടെ സൈഡിലാണോ കൊച്ചിനെ കിടത്തുന്നത്? എനിക്ക് വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നല്ലേ. ഞാൻ ഓർത്ത് കൊച്ചിനെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോഴേക്കും വീഡിയോ എടുക്കാന്ന്. എനിക്ക് ഇതിനകത്തെ ചടങ്ങുകളൊന്നും അറിയത്തില്ലായിരുന്നു. കൊച്ചിനെ ആദ്യം എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? സിജിമാളുടെ വീട്ടിലേക്ക്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് അതിന്റെ ഇത് അല്ലേ? ഓ, അങ്ങനെയൊക്കെ ഇത് സുരക്ഷിതം. അത് തന്നെ. എനിക്ക് അതിന്റെ ചടങ്ങുകളും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ നോ കമന്റ്സ് ഓൺ ദാറ്റ്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മളിനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ നമ്മുടെ പുതിയ ആളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇന്നാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടേക്ക് മഴ പെയ്ത് വെള്ളം കിടക്കുന്നുണ്ടോ? ഇന്ന് ഫുള്ള് മഴയായിരുന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് കോട്ടയം ജില്ലയിലും എനിക്ക് തോന്നുന്നത് പാലാ സൈഡിലോട്ടൊക്കെ ഭയങ്കര മഴയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും മീനൊക്കെ ഇറങ്ങുന്ന സമയമാണ്. ഞങ്ങൾ തൽക്കാലം മീൻ പിടുത്തത്തിനൊന്നും പോയില്ല. ഞാൻ ഇടയ്ക്ക് ഒന്ന് പോയായിരുന്നു, പക്ഷെ എനിക്ക് മീനൊന്നും കിട്ടിയൊന്നുമില്ല കുറച്ച് സമയത്തേക്ക് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടല്ലോ നമ്മൾ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ജിനോചാച്ചനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കും. എന്നിട്ട് ജിനോചാച്ചൻ എത്ര നാൾ ആയിരുന്നു ജിനോചാച്ചനല്ലോ. ജിനോചാച്ചൻ ഇപ്പോൾ ഒരു ഫാദർ ആയല്ലോ, ഫാദർഹുഡിലേക്ക് കടന്നല്ലോ. അപ്പോൾ ജിനോചാച്ചൻ്റെ റിയാക്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക്. നമ്മൾ അങ്ങനെയുണ്ടല്ലോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് വണ്ടി കയറ്റുവാണ്. ഇവിടെ 2-3 പാർക്കിംഗ് ഉണ്ട്. പക്ഷെ എവിടെ പാർക്ക് ചെയ്യണം നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കണം. നമുക്ക് മേളിൽ പാർക്കിംഗ് ഉണ്ടെന്ന് പോയി നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യട്ടെ. ട്രീറ്റ് അവിടെ നിന്ന് ചോദിക്കട്ടെ ആദ്യമേ. ഓക്കെ ശരി. കഴിഞ്ഞു വന്നാൽ മതി. എന്നാണെങ്കിലും എന്നെ വിളിക്കുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ ജിനോസിന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതാണ് പാർക്കിംഗ് കേട്ടോ. നമ്മൾ ഈ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യുവാണ്. അത് വേറെ കാര്യമുണ്ട്. വീട്ടിൽ 2 പിള്ളേരുണ്ടായിട്ടുണ്ട്. ലൂക്കാപ്പി ഉണ്ടായിട്ട് അന്നക്കൊച്ച് ഉണ്ടായിട്ടുണ്ട്. ഇവരെ 2 പേരെയും അടുത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായപ്പോൾ അവർ 2 പേരും ഉണ്ടായത് അവിടെയാ അല്ലേ? എനിക്ക് തോന്നുന്നു 2 പേരെ കാണുന്ന ഏകദേശം 1 വയസ്സുള്ളല്ലേ. അന്നക്കൊച്ചിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന 1 വയസ്സുള്ളപ്പോഴാണ്. ലൂക്കാപ്പിനെയും കാണുന്ന 1 വയസ്സുള്ളപ്പോഴാണ്. അപ്പൊ എന്താണേലും ഫസ്റ്റ് ടൈം ആണ് എല്ലാവരും കേട്ടോ. നമ്മൾ ആ ഗ്യാപ്പിൽ ഒരാളെ വിളിക്കുവാണ് കേട്ടോ. നീ റെഡി ആയിട്ടിരിക്കണോ? നീ കൊച്ചിനെ കാണാൻ റെഡി ആയിട്ടിരിക്കുവാണെന്ന് ഞാൻ വിചാരിച്ചേ. 5 ആണ്. ഇപ്പൊ ഭയങ്കര ഡ്രൈവിംഗ് ആണ് കേട്ടോ. ഡ്രൈവിംഗ് പഠനം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡ്രിഫ്റ്റിംഗ് പഠിച്ചോണ്ടിരിക്കുക. ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇവിടെ പെട്ടെന്ന് പഠിക്കും കേട്ടോ. പഠിക്കുന്നൊക്കെ ഉണ്ട്. 5 ഡ്രൈവിംഗ് പഠിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ ഒരു UK-ലും ഡിഫൻഡർ മേടിക്കാനായിട്ട്. അതിന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ പഴയ ഡിഫൻഡർ കേട്ടോ. നമ്മൾ ഈ നാട്ടിലെ കാണുന്ന വിന്റേജ് ഡിഫൻഡർ ഉണ്ടല്ലോ. അപ്പൊ അത് മേടിക്കാനായിട്ട് ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ 5 ഡ്രൈവിംഗ് പഠിച്ചാൽ നടക്കത്തുള്ളൂ. നിന്റെ കൊച്ചെന്നെ വിളിക്കുന്ന അറിയോ? എന്നാ എന്നെ വിളിപ്പിക്കുന്ന അറിയോ? ഞങ്ങൾ അതിന് ചെറിയൊരു മാറ്റം വരുത്തും കേട്ടാ. നീ അയ്യേട്ടാ എന്തൊരു സന്തോഷം. ചിറ്റപ്പൻ എന്നാ കുഴപ്പം? ചിറ്റപ്പൻ എന്നാ കുഴപ്പം? നീ ചിരിക്കണ്ടേ? നമുക്ക് ചിരി വരുന്നു. ജിനോജോട് ചോദിക്കാം. ജിനോജാജന്റെ ഫാദർഹുഡിലേക്ക് കടന്നതിന് ശേഷമുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന്. നീ കണ്ടായിരുന്നു? ഇപ്പൊ വരുന്നുണ്ടോ? ഒരു മിനിറ്റ്. നിങ്ങൾ ആ മിററിൽ കൂടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ജിനോചാച്ചൻ അവിടെ നിന്ന് നടന്നു വരുന്ന കാണാം. 2 മാസ്ക് ഒക്കെ എതിര് ജിനോചാച്ചനുണ്ട്, പപ്പയുണ്ട്. മന്ദം വന്ന് നടന്നു വരുവാണ് കേട്ടോ. ജിനോജിന്റെ ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് ചോദിക്കാവേ. ഒന്നും പറയാം. മാസ്ക് വെച്ച് ഇത് വെച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കാര്യം ചോദിക്കട്ടെ. പറയാം. അത് വെക്കേ. ഞാൻ വെക്കണോ? മൈക്ക് വെക്കാം.
ഫാദർഹുഡിലേക്കാ. നീ എന്നെ ഭയങ്കര കളിയാക്ക്. എന്ത് എന്നെ ചിറ്റപ്പാന്നാ വിളിപ്പിക്കുന്നത്. ചിറ്റപ്പല്ലേ? ചിറ്റപ്പന്നല്ലേ അഞ്ചു? ഇവളെ കുഞ്ഞാന്റി. എന്തുവാണ് നിനക്ക് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം. ചിറ്റപ്പോവാ. അതല്ല ചോദിക്കട്ടെ, ഫാദർഹുഡിലേക്ക് നടന്നിട്ടുള്ള ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഹൗസ്? അയ്യോ, ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ശരിക്കും എന്റെ കയ്യിലോട്ട് കിട്ടുന്നത്. അതെ, ഞാൻ ഇപ്പോഴത്തെ കണ്ടോണ്ടിരിക്കുക. അതിനിടയ്ക്ക് നീ വിളിച്ചു വാ പെട്ടെന്ന് വാ. ചിറ്റപ്പനെ കാണാൻ വേണ്ടി. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴേക്കും കൊച്ചുണ്ടായ ദിവസം 12-ാം തീയതി വൈകുന്നേരം സമയം 6:45. വാ, നിന്നെ വെയിറ്റ് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ ഇത് കഴിഞ്ഞിട്ട് അധികം നേരം ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് കഴിയുമ്പോഴേക്കും പയ്യെ ഫിഷിങ്ങിന് പോകും. നീ നിൽക്കുവാണെങ്കിൽ നിന്നെ കൊണ്ട് കുറെ പണികളുണ്ട്. എന്നെ കൊണ്ട് കുറെ പണി കിടന്നു ഇവന്റെ കൊടുക്കാമേ. ഞാനിത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഫിഷിങ്ങിന് പോകാം. കുറച്ച് ദിവസത്തേക്ക് ഇല്ല, ഞാൻ കുറച്ച് ദിവസത്തേക്കില്ല. ചേച്ചി സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഇച്ചിരി കരഞ്ഞായിരുന്നു. അന്നേരം ഒരു ചെറിയ ടെൻഷൻ. ആദ്യത്തെ ഒരു ഇതുണ്ടല്ലോ, കരയണം എന്നാണ് പറയുന്നത്. പക്ഷെ കാണുമ്പോ നമുക്ക് വേറെ സംഭവം. നേരെ അങ്ങോട്ടാ കുഞ്ഞിക്കല്ലേ പോകുന്നത്. അതെ, അതെനിക്കറിയത്തില്ലായിരുന്നു. വീട്ടിലോട്ട് പോകുന്നത്. വൈകുന്നേരം ചിലപ്പം തണ്ണീർമുക്കം വണ്ടി പോയിട്ട് ഞാൻ കയാക്കി ഒറ്റയ്ക്ക്. നീ രണ്ട് വലിയ മീനെ പിടിച്ച് പയ്യനെ കാണിച്ചു കൊടുക്കും. കൊച്ചിനെ കാണിച്ചു കൊടുക്കാം. ഞാൻ അവിടുത്തെ വാൾപേപ്പർ ആയിരിക്കുന്നു സെവിച്ചന്റെ ഫോണിന്റെ. അനങ്ങാതിരിക്കുന്നത്, സ്റ്റക്കായിട്ടിരിക്കുന്നു. അല്ല, ചിറ്റപ്പനായതുകൊണ്ട് ഇവനെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്. ഞാൻ ഈ മസിൽ കൂടിയില്ലേ? ചിറ്റപ്പനാണ്. ഞാൻ പാപ്പി തന്നെയാ കേട്ടോ. നീ ഡയലോഗ് കുറച്ച് മസിലുള്ള നല്ല, അത്ര നേരം കൂടുതൽ എടുത്ത് പിടിക്കാലോ. ഞാൻ പാപ്പി തന്നെയാ. എനിക്ക് ചിറ്റപ്പൻ വേണ്ട. എന്നെ അന്നക്കൊച്ചു ലോകാപ്പി എല്ലാരും ചിറ്റപ്പാന്നാ വിളിക്കുന്നത്, അല്ലെ പാപ്പിന്നാ വിളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പാപ്പി തന്നെ മതി. ഉണ്ടായിരിക്കും കേട്ടോ. നീ ഉണ്ടായിരിക്കും കേട്ടോ. നീ ആദ്യം ഡയലോഗ് അടിക്കുന്നത് കേട്ടോ. പാപ്പി മതി. അല്ലേ അമ്മി? പാപ്പി തന്നെയാണോ? പാപ്പി തന്നെ. പാപ്പി ഫിക്സ്. എടി പാപ്പി ഫിക്സ്. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പൊ കട്ടി എടുത്തിട്ടില്ല. ഇല്ല, എടാ നേരത്തെ പിള്ളേരെ കാണുമ്പോ നമുക്ക് അങ്ങനെ എടുക്കാണെന്ന് തോന്നാറില്ല. ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. ഒരു പ്രാവശ്യം. അതെ, എന്തിനാന്ന് പറയട്ടെ, ബെഡേന്ന് മറ്റേ ഷീറ്റ് പൊക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കി. കഴിഞ്ഞ ദിവസം നഴ്സസ് ഡേക്ക് വിഷ് ഗ്രീറ്റിംഗ് ഇട്ടതാണ്. നീ നേഴ്സസ് ഡേ നിന്റെ ബർത്ത്ഡേ ഒരു ദിവസമല്ലേ? നീ അവിടെ നിക്കി. ഇവനെ ഇപ്പൊ കേറ്റുന്നില്ല. എന്നെ കേട്ടുന്നില്ല പറയുന്നത്. പിന്നെ പതുക്കെ കേറ്റുന്നുള്ളു. ഞാൻ നോക്കട്ടെ, അവനോട് പ്രിപ്പയർ ചെയ്തിരിക്കാൻ പറയട്ടെ. ചിറ്റപ്പനെ അകത്തോട്ട് കയറ്റിക്കോട്ടെ. എന്നാ കേറിക്കോ, ഞാൻ കാണിച്ചു കൊടുത്തോളാം. നീ കേറിക്കോ. ഓക്കെ, റെഡി? അല്ല, നിങ്ങളെല്ലാം കയറി, ഞാൻ പുറകെ കയറി. ഇവനെ കിട്ടിയപ്പോ ചെറുപ്പം കാണിക്കട്ടെ. ഞാൻ കുറച്ച് കാണിച്ചിട്ട് പിടിക്കും. ഭയങ്കര ചിരിയായിരുന്നു. പേര് സിജി പറഞ്ഞു. പേര് പറഞ്ഞു. ഇഹാൻജിനോ. അതെ. ഇനി വേണേ സെവിജൻ എടുക്കുന്നുണ്ടോ? അവൻ ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സെവിജനെ കൊടുത്താൽ മതി അല്ലേ? ഒരു വയസ്സായപ്പോൾ എല്ലാരും കാണുന്നത്. അതെ, ഞങ്ങളെല്ലാരും വെയിറ്റ് ചെയ്യുന്നു.
ചെറുക്കാപ്പി നല്ല മയക്കത്തിലാണ് കേട്ടോ. ഇതൊന്നും കഴിക്കാൻ ഡീറ്റെയിൽസാ. നിന്റെ കൈ തരണോ? എന്നിട്ട് ഞാൻ നീ എടുത്തോ, മമ്മി പറഞ്ഞിട്ട് എങ്ങനെ എടുക്കും. എടുത്തോ? നമുക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ക്യാമറ ദിനശാസിന്റെ കൈ കൊണ്ടുപോകണ കണ്ടോ ഇവിടെ? ചെറുക്കാപ്പി എണീറ്റോ എൻ്റെ അടുത്ത് വന്നപ്പോ? നീ എവിടെ ഇരുന്നു? ചേച്ചി ആ കട്ടിലിരിക്കണ്ട, ഈ കട്ടിലിരുന്നു. കൈ പിടിക്കാൻ. കണ്ണ് തുറന്ന് പാപ്പിയെ നോക്കിക്കോ. ഈ കൈ താഴെ പിടിക്ക, ഈ കൈ അടി പിടിക്ക, ഈ കൈ അടി പിടിക്ക. ഈ കൈയടിയില്ലേ? ചെറുക്കാപ്പി. ഓ പിന്നെ ഉറക്കം വരുവാണോ? പിന്നെ ഉറക്കം വരുവാണോ? അത് ടെൻഷൻ മാറിയില്ലേ? അല്ല എന്റെ അടുത്ത് വന്നപ്പോ ഇച്ചിരി കംഫർട്ടബിൾ ഇത് കേട്ടോ. ആയിക്കോട്ടെ വരുന്നത്. എന്നാ ആലോചിക്കുന്നേ? ഇങ്ങനെ പിടിച്ചോ. ആ കൈ ഇടത്തെ കൈ വലിച്ച പുറകിലേക്ക്. ഇടത്തെ കൈ, നിന്റെ ഇടത്തെ കൈ ഏതാ? വലത്തെ കൈ അടി പിടിച്ചിട്ട് ഇടത്തെ കൈ പുറകിലേക്ക് വലിച്ച്. വലത്തെ കൈ അടി പിടിക്കട്ടെ. എനിക്ക് അറിയില്ല. ഇത് വലത്തെ കൈ. ഇങ്ങനെയാണോ? ഇപ്പൊ നോക്കി ഓക്കെ. ഇപ്പൊ മുഖം കാണത്തില്ലേ? നേരത്തെ എനിക്ക് കാണായിരുന്നു. നേരത്തെ എന്റെ ചെറിയ ചിരി ഉണ്ടല്ലോടാ. ചിരിക്കാൻ പാപ്പിയുടെ അടുത്ത് നിന്ന് എന്നാ തപ്പിയാലും അറിയിപ്പിക്കല്ലേ? പാപ്പിയുടെ അടുത്ത് നിന്ന് എന്നാ തപ്പിയാലും കിട്ടുകയല്ല കേട്ടോ. അറിയിപ്പിക്കണ്ട. എനിക്ക് കരഞ്ഞ് എനിക്ക് പേടിയോ? കുഞ്ഞാറ്റി ടർക്കിയാണത്. ഓ എടി അഞ്ചു, ഈ ടർക്കി എവിടെയും കണ്ടത് നിനക്ക് പരിചയമുണ്ടോ? ഇത് ബ്ലൂ തന്നെ ചേച്ചി നോക്കിയിട്ടാ ഇടിപ്പിച്ചോ? ഇത് ഇതാണോ? അവള് ബ്ലൂ പിങ്കും തന്നിട്ടില്ലായിരുന്നോ? അല്ലേ? ശരിയാണല്ലോ. അല്ലേ? ഞാൻ ഏറ്റവും വലുതും പിങ്കും ഉണ്ടായിരുന്നു. സോഫ്റ്റ് ഉള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ചേച്ചിയും ബ്ലൂ ആണല്ലോ. അല്ല എനിക്ക് വേറെ സംഭവം എന്താ അറിയോ? എനിക്ക് ഇവിടുത്തെ ട്രഡീഷൻസ് ഞാൻ ഓർത്ത ചേച്ചി വീട്ടിൽ വരുമ്പോ കാണിക്കുക അങ്ങനെ വിചാരിച്ചിരിക്കുക. എനിക്കറിയത്തില്ല. നമുക്ക് അവർ രണ്ടുപേരും അവിടെയല്ലായിരുന്നോ? എടി എനിക്ക് അങ്ങനത്തെ എന്റെ മമ്മി പറയാ, നമുക്ക് എനിക്ക് ഇങ്ങനത്തെ ട്രഡീഷൻസ് ഒന്നും അറിയത്തില്ലല്ലോ, ചടങ്ങുകളൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ എടുക്കാൻ പോണം. വീട്ടിലേക്ക് വരുന്നതനുസരിച്ച് ഞാൻ ഓർത്തത്. നീ എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാനോ? നിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. എന്റെ ഷർട്ട് തൊട്ട് നോക്കിയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നിനക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ? അത്ര ടെൻഷൻ ഇല്ലല്ലോ? എന്നാ ആലോചിക്കുന്നേ? ഞാൻ ഇന്ന് ചൂണ്ട അതെ ചൂണ്ട ഏറ്റവും ചെറിയ തോടുന്നില്ലല്ലേ? ഇന്ന് ഞാൻ പോയിട്ട് 2 ചെമ്പല്ലി പിടിച്ചോണ്ടിരും കേട്ടോ. ഇന്നുണ്ടല്ലോ, ഇന്ന് വൈകുന്നേരം ഞാൻ ചൂണ്ടിടാൻ ഒറ്റയ്ക്ക് സോളോ ഫിഷിംഗ്, എന്നിട്ട് കിട്ടുന്ന മീന് കയാക്കിങ്, കടലിൽ കടലില് ഭയങ്കര തിരയൊക്കെ. ഇന്ന് ഭയങ്കര മഴ. കടലിലല്ല, കായല് ഞാൻ കയാക്കിങ് ഒറ്റയ്ക്ക്. സാനിറ്റൈസർ ചെയ്തോ? എനിക്ക് അറിയത്തില്ല എടുക്കാൻ. ഈ കൈ വലത്തെ കൈ നല്ലപോലെ പിടിച്ചോ. ഇങ്ങനെ പിടിച്ചാ പോലെ. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനമായിട്ട് എടുത്ത ഏറ്റവും ചെറിയ കൊച്ചു ഞാനായിരിക്കും. ശരിയാ. അത് കഴിഞ്ഞ് എടുത്തിട്ടില്ല. അതിന്റെ എടുത്തിട്ടുണ്ടോ? ഇല്ല, കുഞ്ഞു കൊച്ചുങ്ങളെ കിട്ടിയിട്ടില്ല. ഇല്ല. അതുകൊണ്ട് ആരും എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ മുട്ടിക്കല്ലേ കൈ തല. ഇങ്ങനെ പിടിച്ചാ പോലെ. ഓ ശരിയാണ്, ഇപ്പഴാ ഓർമ്മ വരുന്നത്. ഭയങ്കര കംഫി ആയിട്ട് ഉറങ്ങുവാണല്ലോ. നമുക്കുണ്ടല്ലോ ഇത് ഇനി ഇപ്പോണ്ടല്ലോ കൊച്ചിന്റെ ഷേപ്പ് ഒക്കെ എപ്പോഴും അറിയാൻ പറ്റുന്നേ? ഷേപ്പ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. ആണോ? മാറിക്കൊണ്ടിരിക്കും അല്ലേ? എന്നിട്ട് 1 മാസം കഴിയുമ്പോ അറിയാം. എന്നാലും അതൊരു സ്ഥിരമായിട്ടല്ല, ഒരു വയസ്സ് വരെ. അതെ. കൊച്ചു നല്ല കരച്ചിലുള്ളായിരുന്നു. നമ്മുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് സൗണ്ട് ഉള്ള കരച്ചിലുള്ള ആരായിരുന്നു? എനിക്ക് തോന്നുന്നു ആരാ? ആണോ? ഏറ്റവും ചെറുപ്പത്തിൽ ആരായിരുന്നു? ആയിരിക്കും. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്മമാർ ഓർത്തിരിക്കുകയല്ല. പിള്ളേര് വളരുന്ന അനുസരിച്ച് കുഞ്ഞെടുത്തല്ലേ. അവിടുത്തെ ആരായിരുന്നു ഏറ്റവും ബഹളം ഉണ്ടായിരുന്നേ? സിനി ചേച്ചിയല്ലേ?
എനിക്ക് തോന്നുന്നു വീട്ടിലെ ഇളയ പിള്ളേരെല്ലാരും അങ്ങനെയാണ്. അത് പ്രത്യേകം സ്വയം പുകഴ്ത്തല്. അല്ല, അതങ്ങനെയാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ശരിക്കില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങൾ അതിന് കമന്റ് ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ടും. ശരിക്കും ഭയങ്കര കുസൃതിയാണെങ്കിൽ മാത്രമേ നമ്മൾ ഓർത്തിരിക്കുള്ളൂ. അല്ലെങ്കിൽ പിള്ളേരുടെ കരച്ചിലും ഒന്നും ഓർത്തിരിക്കുകയല്ല. നമുക്ക് വീട്ടിൽ കുഞ്ഞു വിരിഞ്ഞു, കൂട്ടി കുഞ്ഞു വിരിഞ്ഞു എന്ന് നോക്കാന്നും പറഞ്ഞ് ഞങ്ങളെ ഒന്ന് നോക്കി. പക്ഷെ ഇത് സബ്സ്ക്രൈബേഴ്സിന് സംഭവം മനസ്സിലായിട്ടില്ല. എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന വീടിന്റെ നമ്മുടെ സിറ്റ് ഔട്ടില് മറ്റേ ഹാങ്ങിങ് പ്ലാന്റിനകത്ത് ഒരു വെറൈറ്റി കിളി കൂട് വെച്ചിട്ടുണ്ട്. 3 മുട്ട ഇട്ടിട്ടുണ്ട്. അത് വിരിഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്. ബേബിയെ കാണിക്കാം. അപ്പൊ എന്നാണെങ്കിൽ മമ്മി വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, കറിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം കഴിക്കാൻ വേണ്ടി പോകണം. ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നില്ല. ചേച്ചി, മമ്മി, ദിനോശാസ്ത്രം കഴിച്ചേട്ടോ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക്സ്. അപ്പൊ നമ്മൾ കുഞ്ഞു വീഡിയോടെ കൊണ്ട് വൈകിട്ട് പോയാണ്. ബെസ്മി സെവിൽസിന് മമ്മി, പപ്പ, മമ്മി ഇറങ്ങുണ്ടായിരുന്നു റൂമിൽ ഇല്ല. നാളെ വീഡിയോണ്ട്. ആണോ? നിങ്ങളെല്ലാം ഒരുമിച്ചുള്ളതാണോ? പിന്നെന്താ? പിന്നെന്താ, നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞെടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കിട്ടും. എല്ലാവരും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നിങ്ങൾ കളി നിർത്തിയോ? മോളുടെ പേരെന്നാ? നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കറക്റ്റ് അല്ലേ? 3ാം ക്ലാസ്സിലാണോ? ഇനി 3ാം ക്ലാസ്സിലേക്ക്. ഓക്കെ, ശരി മോളെ. താങ്ക് യു. എന്തോ ചോദിക്കാൻ വന്നു, പക്ഷെ മറന്നുപോയി. എന്നാ ചോദിക്കാൻ വന്നേ? അരാപ്പയ്മനെ കാണിക്കണോ? അടുത്ത വീഡിയോക്കകത്ത് കാണിക്കാം കേട്ടോ. വലുതായി, ഭയങ്കര തടിയനായി. അരാപ്പയ്മയോ? ആഹാ. നമ്മള് വീഡിയോ എടുക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു. അപ്പം പിള്ളേരുടെ ഒരു സംഗമമാണ്. അപ്പം എന്താണെങ്കിലും കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഞാൻ ഇവരെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഹായ് പറഞ്ഞേ.